2024 എലക്ഷൻ്റെ സമയമാണ്. ഇതിനെപ്പറ്റി നേരത്തെയും വലിയ പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. ലോകത്തുള്ള 70% ജനങ്ങളും എലക്ഷന് വോട്ട് ചെയ്യും. അതാണ് പ്രഡിക്ഷനും പ്രവചനങ്ങളും ഒക്കെ പല മാഗസിനും ഇൻ്റർനാഷണൽ മാഗസിനും മീഡിയയിലൊക്കെ വന്നിരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. നവംബറിൽ അമേരിക്കൻ ഇലക്ഷനാണ്, ബ്രിട്ടീഷ് ഇലക്ഷൻ കഴിഞ്ഞു, ഫ്രാൻസിൻ്റെയും ഫസ്റ്റ് റൗണ്ട് ഇലക്ഷൻ കഴിഞ്ഞു, ലോകത്തല്ല ഇന്ത്യയുടെ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും അതിൻ്റെ അകത്ത് ഞാൻ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ഇറാനിൽ ഇന്ന് രാവിലെ വന്ന ഇലക്ഷൻ്റെ റിസൾട്ടാണ്. അപ്പോൾ അതിന് പ്രാധാന്യമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇറാൻ്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു. ഇതൊക്കെയാണ് റീസൺ എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ എലക്ഷൻ നടത്തി റിഫോമിസ്റ്റ് ആയിട്ടുള്ള മസൂദ് പെസക്കിൻ, അങ്ങനെ അതിൻ്റെ പെസക്കിൻ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ വരുന്നത്, അദ്ദേഹം ഇറാൻ്റെ പ്രസിഡന്റ്, റിഫോമിസ്റ്റാണ്, മോഡറേറ്റാണ്, ഇറാൻ്റെ പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്തു. അപ്പം ഇറാൻ ഇലക്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടുതൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇറാനിലുണ്ടാകാൻ പോകുന്ന ചേഞ്ച്? അപ്പോൾ അതിനെപ്പറ്റിയാണ്. മോഡറേറ്റാണ്, റിഫോമിസ്റ്റാണ്, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം ആരാന്നും കൂടെ പറയാം. ഇദ്ദേഹം 2 പ്രാവശ്യം ഇറാൻ്റെ പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തെ അതിനെപ്പറ്റി റിപ്പോർട്ടുകൾ പറയുന്ന മനഃപൂർവ്വം അവിടുത്തെ അലി ഖുമൈനി അവർ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഇയാൾ തോറ്റുപോയി. ഇദ്ദേഹം ഒരു മെഡിക്കൽ സർജനാണ്, ഡോക്ടറാണ്. അതായത് വളരെ വർഷക്കാലം നേരത്തെ ഈ ഇറാനിലെ അവിടുത്തെ ആരോഗ്യ, അതായത് ഹെൽത്ത് മിനിസ്റ്ററായിരുന്നു. ഇദ്ദേഹം ഹെൽത്ത് മിനിസ്റ്ററായിട്ടിരുന്ന സമയത്താണ് ഇറാനിൽ റവല്യൂഷണറി ആയിട്ടുള്ള ഹെൽത്തിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്, അവിടുത്തെ സ്റ്റഡീസിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ 2007 ഇബ്രാഹിം റൈസി, അതായത് കൊല്ലപ്പെട്ട പ്രസിഡന്റ്, അദ്ദേഹം നേതൃത്വം കൊടുത്ത് ജുഡീഷ്യറി ഹെഡായിട്ട് ഏകദേശം 5000 പേരെയാണ് പെർസിക്യൂട്ട് ചെയ്യുന്നത്, കൊല്ലുന്നത്. ഗവൺമെൻറ്റിനെതിരെ കലാപം നടത്തിയെന്ന് കള്ളപ്പേര് കാണിച്ചു അവിടെ പ്രതിഷേധമാണ് നടത്തിയത്. അതിനെതിരെ ശക്തമായ നേതൃത്വം കൊടുത്ത ആളാണ് ഈ പെസ്കിൻ എന്ന് പറയുന്ന ഇപ്പോഴേ ഇറാൻ്റെ പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്തയാൾ. ഇറാൻ്റെ ഇലക്ഷൻ പ്രത്യേകതകളുണ്ട്. ആദ്യം 80 പേരാണ് ഇലക്ഷൻ ട്രയലുണ്ടായിരുന്നത്. പിന്നീട് ഷോർട്ട് ലിസ്റ്റായിട്ട് 6 പേരായി, പിന്നീട് ഈ 6 പേരായി. അതിൻ്റെ അകത്ത് 2 പേര് മാത്രം അവശേഷിച്ചു, ഈ പറയുന്ന പെഷ്കിനും. പിന്നെ ഒരു വളരെയധികം ഹാർഡ് കോർ കൺസർവേറ്റീവും ഹാർഡ് ലൈനറുമായ ജലീലി എന്ന് പറയുന്നയാൾ. അയാൾ തോറ്റു. ഇദ്ദേഹത്തിന്, അതായത് പെഷ്കിൻ എന്ന് പറയുന്ന അയാളുടെ ഭൂരിപക്ഷം ഏകദേശം 2 മില്യൺ, 20 ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ഇനി ഇലക്ഷനെ പറ്റി പറയാം. അവിടെ 40% ഫസ്റ്റ് റൗണ്ടിൽ ഇലക്ഷൻ ജനങ്ങൾ വോട്ട് ചെയ്ത ഭൂരിപക്ഷം ജനങ്ങളും അവിടെ വോട്ട് ചെയ്യാൻ പോയില്ല. അവർ പറഞ്ഞ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഇലക്ഷനാണ് ആദ്യത്തെ റൗണ്ടിൽ പോകാത്തതിൻ്റെ കാരണം ഈ ഇലക്ഷനിൽ നിൽക്കുന്ന കാൻഡിഡേറ്റ്സും ഈ ഇലക്ഷനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള വൃത്തികെട്ടവന്മാർ, ഈ വാക്കാണ് കോട്ട് ചെയ്യുന്നത്. കാരണം അതുകൊണ്ട് ഇലക്ഷൻ്റെ ഔട്ട്പുട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് മഹാഭൂരിപക്ഷവും 40% താഴെയായിരുന്നു ഫസ്റ്റ് റൗണ്ട് ഇലക്ഷൻ്റെ ടേൺ ഔട്ടെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ അത് 48%. കാരണം ഈ പെഷ്കിൻ എന്ന് പറയുന്നയാളാണ് ഭൂരിപക്ഷം ലീഡ് ചെയ്യുന്നതെന്ന് വാർത്തയുണ്ടാകുകയും അവിടെ വലിയൊരു വിഭാഗം പെഷ്കിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്നാണ് ഇനിഷ്യൽ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ പെഷ്കിനെ പറ്റി വേറെ പറയാം. ഇപ്പം മാസ അമീനി ഇഷ്യൂ, ഹിജാബുമായിട്ടുള്ള ഇഷ്യൂവിൻ്റെ സമയത്ത് ഇദ്ദേഹം മാസ അമീനിയുടെ കൂടെയായിരുന്നു പൂർണ്ണമായിട്ടും. പെഷ്കിൻ ഒരു കാര്യം, അവിടെ മൈനോറിറ്റിയാണ്. ഈ പറയുന്ന ഇസ്ലാമിക് അവിടെ ഭരിക്കുന്ന വിഭാഗത്തിൽ നിന്നും ഉള്ള ആളല്ല. ഇദ്ദേഹത്തിൻ്റെ അമ്മ എന്ന് പറയുന്നത് കർഡിഷാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അസീറി, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുടുംബം യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും കാർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അതിനുശേഷം ഇദ്ദേഹം പൂർണ്ണമായിട്ടും രാഷ്ട്രീയത്തിലോട്ട് വരിക. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററി. പിന്നെ ഇദ്ദേഹം ഇറാൻ ഗവൺമെൻറ്റിന് വേണ്ടി
ന്യൂക്ലിയർ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് ഇയാളെയാണ് ഡെപ്യൂട്ടി ചെയ്തത്. ആ സമയത്തൊക്കെ ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത്. ഈ ന്യൂക്ലിയർ നെഗോസിയേഷൻ സമയത്ത് ഇറാൻ്റെ പല ഫ്ലെക്സിബിലിറ്റിയും ഇദ്ദേഹം അത് ഹാർഡ് കോർ ലൈനിൽ നിന്നും മാറി എങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഡിക്ഷനും. ആ രീതിയിലാണ് ഇദ്ദേഹം അത് വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നീട് പല വെസ്റ്റേൺ രാജ്യങ്ങൾക്കും ഇദ്ദേഹം മുന്നോട്ട് വരുന്നതിനോടായിരുന്നു കൂടുതൽ താല്പര്യം. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയുണ്ട്, 2 പ്രാവശ്യം ഇദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ ഇദ്ദേഹത്തെ തോൽപ്പിച്ചത് അവിടുത്തെ ഷിയ ഭരണകൂടമായിരുന്നു. ഡെലിബറേറ്റായിട്ട് തോൽപ്പിക്കുമായിരുന്നു. ഇപ്പോൾ ഇബ്രാഹിം റൈസിയുടെ ഇലക്ഷൻ തന്നെ അതിനെതിരെ ഭയങ്കര ആരോപണമുണ്ട്, ശക്തമായ ആരോപണമുണ്ട്. കാരണം അയാൾക്ക് ഇത്ര ശതമാനം പോലും വോട്ട് കിട്ടിയില്ല. അയാളുടെ സുപ്രഭാതത്തിൽ അലി ഖുമൈനി അവിടുത്തെ പ്രസിഡൻ്റായിട്ട് തീരുമാനിക്കുന്നു. ഇപ്പം ഇദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടാണ് അയാൾ വരുന്നത്, അതും കൂടെ ആലോചിച്ചോണം. ഇപ്പം ഈ സംഭവങ്ങളെല്ലാം വന്നതിൻ്റെ പേരിൽ ലോകരാജ്യങ്ങൾ ഇറാൻ ഇലക്ഷന് യാതൊരു പ്രാധാന്യം കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഡോക്ടർ പെഷ്കിൻ ഇപ്പം ആയ ശേഷം ഇതിന് പ്രാധാന്യം കൽപ്പിക്കുകയാണ്. കാരണം റിഫോമിസ്റ്റ് അവിടെ പ്രസിഡൻ്റായിട്ട് വരുന്നു. അതായത് ലോകം മാറി എന്നുള്ള വസ്തുത ഇറാൻ ഭരണകൂടം, ഷിയ ഭരണകൂടം അംഗീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇറാനിൽ അത്രയും വലിയൊരു പ്രക്ഷോഭം ഉണ്ടാവുകയില്ല, ചെറുപ്പക്കാർ വോട്ട് ചെയ്യുന്നില്ല, അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് വെരി ഹൈ, ജനങ്ങൾക്ക് തൊഴിലില്ല, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ ഈസ് വെരി ഹൈ. അവിടെയുള്ള ചെറുപ്പക്കാർ ലോകം മുഴുവനും കാണുവാണ് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം റിലീജിയസ് ആയിട്ട് ലോകത്തിൻ്റെ പുറകോട്ട് പോകുന്നു. ഇതെല്ലാം വലിയ പ്രശ്നമാണ്. ഇതിൻ്റെ പേരിലാണ് മസൂദ് പെഷ്കിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത്, ഞാനൊരു റിലീജിയൻ്റെ പ്രസിഡൻ്റ് അല്ല, ഒരു വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റ് അല്ല, ഞാൻ ഇറാനിയൻസിൻ്റെ പ്രസിഡൻ്റാണ്. ഇതാണ് ഒരു വസ്തുത. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത്, എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പിൽ പോകും, എല്ലാവരുമായിട്ടും സുഹൃത്ത് രീതിയിൽ പോകും. അതായത് ലോകരാജ്യങ്ങളും നോക്കുന്ന മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളും നോക്കുന്നത് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന രീതി ഇബ്രാഹിം റൈസി ഉണ്ടായ അതിനു മുമ്പുള്ള ഭരണാധികാരികളും ഷിയ ഭരണകൂടത്തിൻ്റെ രീതിയായിരിക്കുമോ? അപ്പം അതിനേക്കാൾ ഉപരി അദ്ദേഹം പറയുന്നത് എല്ലാവരുമായിട്ടും സൗഹൃദ രീതിയിൽ പോകുക. അതായത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും സാങ്ഷൻ ഇമ്പോസ് ചെയ്തേക്ക് അത് പിൻവാങ്ങിയാൽ മാത്രമേ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ. ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $80-85 ആണെങ്കിൽ ഇന്നും ഇറാൻ ഒരു ബാരൽ വിൽക്കുന്നത് $30. അത്രമാത്രം നഷ്ടം സഹിച്ചാണ് അവർ കച്ചവടം നടത്തുക. കാരണം പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ട ഒരു രാജ്യമായി മാറി. അവിടെ സാങ്ഷൻ ഇമ്പോസ് ചെയ്തതിൻ്റെ പേരിൽ ആ രാജ്യത്തിൽ പെടുന്ന പ്രശ്നങ്ങൾ ഇറാൻ ഇസ്രായേൽ വാറിൽ നമ്മൾ കണ്ടതാണ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് എവിടെയും ടെക്നോളജി ഇല്ല, ഒന്നുമില്ല. അവർ ഡെവലപ്പ് ചെയ്ത കുറച്ച് സംഭവങ്ങളും 45 വർഷം പഴയ ഹെലികോപ്റ്ററാണ് അവിടുത്തെ പ്രസിഡന്റ് ഉപയോഗിക്കുന്നത്. ആ രീതിയിലോട്ടാണ് ആ രാജ്യം പോകുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മാറ്റം റിഫോമിസ്റ്റായ ഡോക്ടർ പെഷ്കിൻ അവിടെ കൊണ്ടുവരുവാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇറാൻ ഇസ്രായേൽ മറ്റേ മിഡിൽ ഈസ്റ്റ് ഏഷ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകും. വെസ്റ്റേൺ രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ടെമ്പററി ആയിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് അവിടുത്തെ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ സസ്പെൻഡ് ചെയ്യാനുള്ള സംഭവമുണ്ട്. കാരണം രാജ്യത്തിന് മുന്നോട്ട് പോയേ മതിയാകത്തുള്ളൂ. കാരണം ഇനി മറ്റൊരു ഇന്ത്യയുടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഈ ഇറാൻ ബൈലാറ്ററൽ ടൈപ്പും സാങ്ഷൻ ഇമ്പോസ് ചെയ്യുന്ന വിഡ്രോ ചെയ്യുവാണെങ്കിൽ ഈ ഇന്ത്യക്ക് $30 കിട്ടുന്ന ഈ ക്രൂഡിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ പല കാര്യങ്ങളും നോക്കണം. അതേപോലെ തന്നെ ഈ പ്രോക്സീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇറാനിയൻ ഭരണകൂടം, അതായത് ഹൂത്തീസിനെയും ഹിസ്ബുള്ളയും, അതായത് 10-15ഓളം പ്രോക്സികളുണ്ട്. ഇസ്രായേലിനെതിരെ ആണെങ്കിലും സൗദിക്കെതിരെ ആണെങ്കിലും അറേബ്യൻ രാജ്യങ്ങൾക്കെതിരെ അറ്റാക്ക് ചെയ്യുന്ന അത് കൺട്രോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ പല കടലിടുക്കിലും പല പാതകൾ, ഇപ്പോൾ സൂയസ് കനാലും ആണെങ്കിലും ഹോർമൂസ് ആണെങ്കിലും ഇവിടെയുള്ള പ്രശ്നങ്ങൾ മാറാനുണ്ട്. അപ്പം ഒരു കാര്യം വളരെ വ്യക്തമാണ്, വലിയ സംഭവങ്ങളൊന്നും പെട്ടെന്ന് ചെയ്യാൻ ഇപ്പോഴത്തെ പ്രസിഡന്റിന് സാധിച്ചില്ല എങ്കിൽ, കാരണം അവിടുത്തെ സുപ്രീം ലീഡർ എന്ന് പറയുന്നത് അയത്തുള്ള അലി ഖുമൈനി, അതാണ് അവരുടെ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഗ്രാജുവലായിട്ട്
വലിയ മാറ്റങ്ങൾ ഇറാനിൽ ഉണ്ടാകും. അവിടുത്തെ ജനങ്ങളുടെ ആ പ്രശ്നങ്ങൾ മാറട്ടെ, അൺഎംപ്ലോയ്മെൻറ്റ് മാറട്ടെ, അവർക്ക് ഫ്രീഡം എന്ന് പറയുന്ന സംഭവം കിട്ടട്ടെ, ഈ മത പോലീസ് എന്ന സംഭവം ഇല്ലാതാകട്ടെ, ജനകീയമായ ജനാധിപത്യത്തിലോട്ട് മതത്തെ മാറ്റി നിർത്തിയുള്ള ഇറാൻ ലോകത്തിന് ഒരു മാതൃകയായി വരട്ടെ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. അപ്പം അതിനടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ, അറേബ്യൻ രാജ്യങ്ങൾ, ഇപ്പോൾ സൗദി ആണെങ്കിലും UAE ആണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലും വലിയ റിഫോംസ് നടക്കും. സൗദിയിൽ പോലും, ഹാർഡ് കോറായ സൗദിയിൽ പോലും വലിയ റിഫോംസ് നടക്കുകയാണ്. ഇതെല്ലാം UAE നടക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് മാറി നിൽക്കാൻ ഇറാനെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഷിയ ഭരണകൂടം ഇദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള റിഫോംസും മോഡേണിറ്റിയും ആ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി അവസരം കൊടുക്കുവാനുള്ള പോസിബിലിറ്റി എനിക്ക് കാണുവാൻ സാധിക്കുന്നു.